ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ സീമ. ഇന്ന് ഞാൻ ഈ വീഡിയോ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ചതിയുടെ രഹസ്യം വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. നിങ്ങളിൽ പലർക്കും സംഭവിച്ചിട്ടുള്ളതും ഇനി സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് ഒരു വലിയ ചതി എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തെ ആത്മഹത്യയിലേക്ക് നയിക്കേണ്ട ഘട്ടം വരെ എത്തിയ ഒരു ചതിയാണിത്. ഇത് എൻ്റെ ഒരു ഫ്രണ്ടിന് കിട്ടിയ ഒരു സ്പീഡ് പോസ്റ്റ് ആണിത്. എൻ്റെ ഒരു ഫ്രണ്ടിന്, റിട്ടയറായ ഒരു ഫ്രണ്ടിന് ഒരു സ്പീഡ് പോസ്റ്റ് വന്നു. കൽക്കട്ടയിൽ നിന്നാണ് വന്നത്. അത് അവൾ ഒപ്പിട്ട് മേടിച്ചു. അപ്പോൾ ഒപ്പിട്ട് മേടിച്ച് തുറന്ന് നോക്കിയപ്പോൾ അത് മീഷോയുടെ ഒരു ലക്കി ഡ്രോ കൂപ്പൺ അയച്ചു കൊടുത്തിട്ടുള്ള ഒരു സ്പീഡ് പോസ്റ്റാണ് കിട്ടിയത്. അപ്പോൾ അവൾ ആലോചിച്ചപ്പോൾ സ്പീഡ് പോസ്റ്റിൽ ലക്കി ഡ്രോ കൂപ്പൺ സ്ക്രാച്ച് ചെയ്തപ്പോൾ 8,75,000 രൂപയാണ് വിന്നായേക്കണത്. ഒരു ലോട്ടറിയാണ്. മീഷോയിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ ഓൺലൈൻ വഴി അവൾ പർച്ചേസ് ചെയ്യാറുണ്ട്. അപ്പോൾ അവൾ കരുതി ഇതൊരു സത്യമായിരിക്കും എന്നുള്ള ധാരണയിൽ ഇതിൽ കൊടുത്തിരിക്കുന്നത് കണ്ടോ, ഈ ബാങ്ക് അക്കൗണ്ട് ഫുള്ളായിട്ട്, നമ്മുടെ ബാങ്ക് അക്കൗണ്ട് അവർ ചോദിച്ചിരിക്കുന്ന ഫുൾ ഡീറ്റെയിൽസ്, ബാങ്ക് അക്കൗണ്ടിൻ്റെ ഫുൾ ഡീറ്റെയിൽസ്, നമ്മുടെ പാൻ കാർഡ്, മൊബൈൽ നമ്പർ, അതുപോലെ തന്നെ ആധാർ നമ്പർ എന്ന് വേണ്ട നമ്മുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഈ ഫോമിൽ ചോദിച്ചിട്ടുണ്ട്. വിവരവും വിദ്യാഭ്യാസവും ഉള്ള എൻ്റെ സുഹൃത്തിന് ഇത് എന്താണ് ചതിയെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അവൾ നോക്കിയപ്പോൾ 8,75,000 രൂപ ലോട്ടറി അടിച്ചിരിക്കുകയാണ്. അത് മറ്റുള്ളവരെ അറിയിച്ച് നഷ്ടപ്പെടുത്തണ്ടല്ലോ. ഇതിൽ വ്യക്തമായിട്ട് ഈ ഫോമിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് വിൻ ചെയ്ത് കിട്ടിയേക്കണ പ്രൈസ് മണി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് അയക്കുകയുള്ളൂ. അതിൽ ഒരു പൈസ പോലും കുറയാതെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് ഇടും. പക്ഷെ നിങ്ങൾ ചില ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഞങ്ങളുടെ ഫോളോ ചെയ്യേണ്ടതുണ്ട്. ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്ന് പറയുന്നത്, ഒന്നാമത് സർവീസ് ചാർജ്, പിന്നെ രണ്ടാമത് സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും ഈ പ്രൈസ് മണിക്ക് എടുക്കുന്ന ടാക്സ്, ഇതൊക്കെ നമ്മൾ മുൻകൂട്ടി കൊടുക്കണം. അല്ലാതെ നമുക്ക് പ്രൈസ് കിട്ടിയേക്കുന്ന മണിയിൽ നിന്ന് ഇത് കുറയ്ക്കില്ല. ഇതൊക്കെ കണ്ടിട്ടും ഈ ഓൺലൈൻ മാധ്യമങ്ങൾ വഴി എപ്പോഴും പേപ്പറിലും TV-യിലും അതുപോലെ ഫോണിലും ഒക്കെ എപ്പോഴും ഈ ചതിയെ പറ്റിയിട്ട്, ഈ പലർക്കും പറ്റിയ ചതിയെ പറ്റിയിട്ട് ഒരുപാട് വാർത്തകൾ കണ്ടിട്ടും കേട്ടിട്ടും വായിച്ചിട്ടുമുള്ള എൻ്റെ ഫ്രണ്ടിന് ഇത് ചതിക്കുഴിയാണെന്ന് മനസ്സിലായില്ല. അവരെ ആവശ്യപ്പെട്ട സർവീസ് ചാർജ് ആദ്യം 50,000 ആവശ്യപ്പെട്ടു. അത് അയച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ അവർ പിന്നെ ഈ പൈസ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇടണമെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ് ടാക്സ് നമ്മൾ മുൻകൂട്ടി അടയ്ക്കണം എന്ന് പറഞ്ഞ് 1,00,000 രൂപ ആവശ്യപ്പെട്ടു. ആ 1,00,000 രൂപ ഇട്ട് കൊടുത്തു. അവസാനം ഈ 1,00,000 ഇട്ട് കൊടുത്തോടുകൂടിയിട്ട് ഇവള് ഈ ഫോം ഫുള്ളായിട്ട് ഫോർവേഡ് ചെയ്തു. ഇവർക്ക് 1,50,000 രൂപയും കിട്ടി. അതുകൂടാതെ ഇവളുടെ അക്കൗണ്ടിൽ വലിയൊരു ബാങ്ക് ബാലൻസ് ഉണ്ടായിരുന്നു. അതായത് റിട്ടയർ ആയപ്പോൾ കിട്ടിയ പൈസ, പെൻഷൻ കാശ്, അങ്ങനെ ഒരുപാട് ലക്ഷങ്ങളുടെ ഒരു അക്കൗണ്ട് ആയിരുന്നു. സാമാന്യം തരക്കേടില്ലാത്ത വലിയൊരു എമൗണ്ട് ഉണ്ടായിരുന്ന അക്കൗണ്ട് ഈ ഫോം ചെയ്ത് അയച്ച് വിതിൻ 2 hours ഇവളുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടു. അക്കൗണ്ടിൽ ഉണ്ടാകുന്ന കംപ്ലീറ്റ് മണി അവർ വിഡ്രോ ചെയ്തെടുത്തു. അപ്പോഴും ഈ ചതി അവൾക്ക് മനസ്സിലാകുന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ കുറേ സമയം കഴിഞ്ഞിട്ട്, ഇപ്പം നമ്മുടെ ചില ബാങ്കുകളിൽ നിന്ന് നമ്മുടെ ക്യാഷ് പിൻവലിച്ചാലും ഉടനെ മെസ്സേജ് കിട്ടില്ല. പിന്നെ നമ്മളെപ്പോഴും ഇത് മെസ്സേജ് വരുന്നുണ്ടോന്ന് ശ്രദ്ധിക്കുന്നുമില്ലല്ലോ.
ഇങ്ങനെ ഹാക്ക് ചെയ്യുന്നുള്ളത് അറിയില്ലല്ലോ അവൾക്ക്. അപ്പൊ അവള് ഇത് ഏതോ സമയത്ത് ഫോൺ എടുത്ത് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ മെസ്സേജ് വന്ന് കിടക്കണ കണ്ടപ്പോഴാണ് അക്കൗണ്ട് സീറോ ബാലൻസ് ആയിട്ട് കംപ്ലീറ്റ് മണി വിഡ്രോ ചെയ്ത് എടുത്തു. അപ്പോഴാണ് ഇവൾക്ക് ചതി മനസ്സിലായത്. അന്നേരമാണ് മറ്റുള്ളവരെ അറിയിച്ചത്. നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾ പരമാവധി എല്ലാവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇത് ഒരുപാട് ആൾക്കാർക്ക് സംഭവിച്ചിട്ടുള്ളതാണ്, എന്നിട്ടും ആളുകൾ പഠിക്കുന്നില്ല. ഒന്നുകിൽ വീട്ടിലുള്ളവരുമായിട്ട് ഇതിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യാമായിരുന്നു, ഇല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ട് ഡിസ്കസ് ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനായിട്ട് ബന്ധപ്പെടാമായിരുന്നു. ഇതൊന്നും ചെയ്യാതെ ഒരു ഉറപ്പുമില്ലാതെ പൈസ അയച്ചു കൊടുക്കണു, അതുപോലെ അക്കൗണ്ട് ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കുന്നു. ഒരുപാട് ഓൺലൈൻ മാധ്യമങ്ങളിലും ടി വിയിലും പത്രത്തിലും ഒക്കെ പോലീസുകാർ എല്ലാവരും നിർദ്ദേശങ്ങൾ കൊടുക്കാറുണ്ട്. ഇത്തരം ഒരുപാട് ചതിക്കുഴികളിൽ ആളുകൾ ചെന്ന് പെടുന്നുണ്ട്, ആത്മഹത്യ ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ പോലീസുമായിട്ട് ബന്ധപ്പെടാൻ പറഞ്ഞിട്ട് പോലീസുകാർ വരെ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും വിവരവും വിദ്യാഭ്യാസം ഉള്ളവർ വീണ്ടും ഈ ചതിക്കുഴിയിൽ ചെന്ന് പെടുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല. ദയവ് ചെയ്ത് നിങ്ങൾ ഈ പോസ്റ്റ്, ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇനി ഒരാൾ പോലും ഇതേപോലെ ചതിക്കുഴി ചെന്ന് പെട്ട് ആത്മഹത്യക്ക് വഴി ഉണ്ടാവരുത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ വീഡിയോ പരമാവധി എല്ലാവരിലേക്ക് ഷെയർ ചെയ്യുക. എൻ്റെ ഫ്രണ്ട് ആത്മഹത്യയുടെ വക്കിലാണ് ഇപ്പൊ നിൽക്കുന്നത്. ഞങ്ങൾ പരമാവധി അവരെ ആശ്വസിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഈ ചതി ഇനി ആർക്കും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനിയുള്ളവരെങ്കിലും ഒരാളെങ്കിലും ഈ വീഡിയോ കണ്ടിട്ട് രക്ഷപ്പെടുവാണെങ്കിൽ അത് നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇനി ആരും ഇതുപോലത്തെ ചതിക്കുഴി ചെന്ന് പെടാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു, ബൈ.